ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വരൈ ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്തിനാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മൾ ആനുവലായിട്ട് റിവ്യൂ ചെയ്യേണ്ടത് എന്നതാണ്. ഒരു റിവ്യൂ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എന്ത് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. നമ്മൾ പലരും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് റിന്യൂവൽ ചെയ്യാറുണ്ട്. റിന്യൂവൽ സമയമാകുമ്പോൾ നമ്മളെ ഒന്നല്ലെങ്കിൽ അഡ്വൈസർ വിളിച്ചറിയിക്കും, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. അങ്ങനെ പല രീതിയിലും നമ്മൾ അത് അറിഞ്ഞ് അതങ്ങോട്ട് റിന്യൂ ചെയ്യും. പക്ഷെ നമ്മളിൽ എത്ര പേര് അതിനെ റിവ്യൂ ചെയ്തിട്ടാണ് റിന്യൂ ചെയ്യാറുള്ളത് എന്ന് നോക്കിയാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരായിരിക്കും. കാരണം എല്ലാവരും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് റിന്യൂ ചെയ്ത് പോയാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഓരോ വർഷവും റിന്യൂ ചെയ്യുന്നതിന് മുന്നേ അതൊന്ന് റിവ്യൂ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ഹെൽത്തിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ ഡയഗ്നോസോ ഒക്കെ നടന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ റിവ്യൂ ചെയ്തതിന് ശേഷം അതെല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ റിന്യൂവൽ നടത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ അവിടെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് പല ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സും അത് ഓരോ വർഷം അവരുടെ സ്കീമുകളൊക്കെ പുതുക്കാറുണ്ട്. അപ്പം നമ്മൾ എടുത്തേക്കാളും കുറച്ചുകൂടി കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന സ്കീമുകൾ ഇറങ്ങിയിട്ടുണ്ടാവാം. അപ്പം നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഉതകുന്ന രീതിയിലാണോ, നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടുന്നതാണ് എങ്കിൽ നമുക്ക് ആ ഒരു സ്കീമിലേക്ക് മാറാനുള്ള ഒരു സാവകാശം അവിടെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ, നമ്മൾ ചിലപ്പോൾ ഏറ്റവും അടുത്തുള്ള ക്ലിനിക്കുകളോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സന്ദർശിക്കുന്നതോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചില ഹോസ്പിറ്റലുകൾ ചിലപ്പോൾ അവർ നെറ്റ്വർക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം. അപ്പം ഇതെല്ലാം റിവ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ അതനുസരിച്ചിട്ട് നമ്മുടെ പോളിസി റിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു സ്കീമിലേക്ക് മാറുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും. അടുത്ത ഒരു എന്തെങ്കിലും ഇഷ്യൂസ് വന്ന ഒരു ക്ലെയിം വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെ ക്ലെയിമിന് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഇനി റിന്യൂ ചെയ്യുന്ന സമയത്ത് റിവ്യൂ ചെയ്യുക. അതിനുശേഷം മാത്രം അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് റിന്യൂ ചെയ്യുക. ഇനി ഇൻ കേസ് ആരെങ്കിലും ഇപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോഴേ എടുക്കുക. കാരണം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുക. നമ്മൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ, കാരണം പല ആളുകളും ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുകയാണ്, എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എപ്പോഴാണോ നമുക്ക് ആവശ്യം തോന്നുന്നത് ആ സമയത്ത് കിട്ടുന്നതല്ല ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യം തോന്നുന്നത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോഴാണല്ലോ. ആ സമയത്ത് ഒരു ഇൻഷുറൻസ് കമ്പനിയും നമുക്ക് ചിലപ്പോൾ ഇൻഷുറൻസ് തന്നില്ല എന്നിരിക്കും. അതുകൊണ്ട് എപ്പോഴും നേരത്തെ തന്നെ നമ്മൾ ഹെൽത്തായാലും ലൈഫായാലും ഇൻഷുറൻസ് ഒക്കെ എടുക്കുക. അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാനായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവിധ ഗൈഡൻസും ഞങ്ങൾ നൽകുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.